ഹലോ സ്റ്റുഡൻസ്, ഹായ്. പ്ലസ് വണ്ണിലെ 9th ചാപ്റ്ററായ ബയോമോളിക്യൂൾസിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അറിയാമല്ലോ, വാക്കിൽ തന്നെ ഉണ്ട് ബയോമോളിക്യൂൾസ്, അല്ലെ? ബയോളജിക്കൽ ആയിട്ടുള്ള മോളിക്യൂൾസ്, ബയോളജിക്കൽ ഓർഗൻ സിസ്റ്റത്തിൽ കാണപ്പെടുന്ന മോളിക്യൂൾസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൽ ഉണ്ടാവുന്ന എല്ലാ മോളിക്യൂൾസും എന്തായിരിക്കും? നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റത്തിലുള്ളതാണ്. അപ്പോൾ ബയോളജിക്കൽ സിസ്റ്റത്തിലുള്ള മോളിക്യൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങളുടെ ബയോളജി ഫീൽഡിൻ്റെ ബേസ് ആയിട്ട് കണക്കാക്കി അത് നിങ്ങൾ ഫോർവേഡ് ചെയ്യണം. എന്തായാലും അത് പഠിക്കണം, ഫണ്ടമെൻ്റലാണ്, ബേസിക് ആണ്. അപ്പോൾ സാറ് പറയുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ കുറച്ച് മോളിക്യൂൾസിനെ ഡീൽ ചെയ്യും. ഈ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് മോളിക്യൂൾസിനെ ഡീൽ ചെയ്യും. ആ മോളിക്യൂൾസിനെ കുറിച്ച് നിങ്ങൾ വ്യക്തമായി കൃത്യമായി പഠിക്കുക. അത് ഭാവിയിലേക്ക് ആവശ്യമുള്ളതാണ്. നീറ്റിന് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന്, നീറ്റ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ്, അല്ലെ, ഡോക്ടർ ആവാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മോളിക്യൂൾസിനെ കുറിച്ച് അറിയാന്നുള്ളത് ബേസിക് ആണ്, അല്ലെ? ബയോളജിയുടെ ബേസിക് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം, അല്ലേ? അപ്പോൾ ബയോമോളിക്യൂൾസ്, അല്ലെ? ചാപ്റ്ററിൻ്റെ പേര് എഴുതാം, ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ്, അല്ലെ? ബയോമോളിക്യൂൾസ്. ഓക്കെ, അപ്പം എന്താണ് ആക്ച്വലി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ആണ് അനാലിസിസ് ഓഫ് കെമിക്കൽ കമ്പോസിഷൻ, അല്ലെ? ഒരു സ്പെസിമെൻ തന്നിട്ടുണ്ടെങ്കിൽ അതിലെ കെമിക്കൽ കമ്പോസിഷനെ നമ്മൾ അനാലിസിസ് ചെയ്യുക, അതാണ് ആദ്യത്തെ ടോപ്പിക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടോപ്പിക്കുകൾ എന്താണ്? രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്രോ മോളിക്യൂൾസ്, മൈക്രോ മോളിക്യൂൾസ് എന്താണെന്ന് അറിയാമല്ലോ, അതിനെക്കുറിച്ച് ഡീൽ ചെയ്യും. മാക്രോ മോളിക്യൂൾസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റുകളെ കുറിച്ചിട്ടാണ്. എന്താ? കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചാണ്. ഇതിപ്പോൾ സാർ എടുക്കുമ്പോൾ ഇത് ഓർഡറിൽ തന്നെ ആവണം എന്നില്ല. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഏതാണോ പഠിക്കാൻ പറ്റിയത് ആ ഓർഡറിലായിരിക്കും സാർ എടുക്കുക. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് നോക്കണം. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ് പഠിച്ചതിന് ശേഷം നമ്മൾ ലിപ്പിഡുകളെ കുറിച്ച് നോക്കും. അല്ലെങ്കിൽ നമുക്ക് ഇത് എഴുതാം, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ്, അല്ലേ? സ്ട്രക്ചറലി, അല്ലേ, രണ്ടിലും എന്തുണ്ട്? കാർബൺസ് ഉണ്ട്, കാർബൺ മോളിക്യൂൾസ് ഉണ്ട്, അല്ലേ? ഏറ്റവും കൂടുതലുള്ള കാർബൺ മോളിക്യൂൾസ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ ലിപ്പിഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കാർബൺസ് ഉണ്ട്. കറക്റ്റ് അല്ലേ? ഒരുപാട് കാർബൺ മോളിക്യൂളാണ് ഏറ്റവും കൂടുതൽ, ശരിയല്ലേ? പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻസിനെ കുറിച്ചിട്ടാണ്. പ്രോട്ടീൻസ്. ഓക്കെ, ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, പിന്നെന്താ? പിന്നെ എൻസൈമുകൾ എന്താണെന്നുള്ളത്, എൻസൈംസ്. ഓക്കെ, ഇതാണ് ആക്ച്വലി നിങ്ങളുടെ ചാപ്റ്ററിന്റെ റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ, ഒരു ബ്രീഫ് ഐഡിയ. എന്താണ് നിങ്ങളുടെ ചാപ്റ്ററിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഐഡിയ ആണ് ആക്ച്വലി. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കെമിക്കൽ അനാലിസിസ് ആണ്. അത് കഴിഞ്ഞ് മാക്രോ മോളിക്യൂൾസ്, മൈക്രോ മോളിക്യൂൾസ്, പിന്നെ അതിനുശേഷം കാർബോഹൈഡ്രേറ്റ്സ്. അത് ജസ്റ്റ് ഒരു കാറ്റഗറി വൈസ് നമ്മൾ പഠിക്കും. മാക്രോ മോളിക്യൂൾസ് എന്താ, മൈക്രോ മോളിക്യൂൾസ് എന്താണ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ. ഇതാണ് ഇങ്ങനെ ആക്ച്വലി ടെക്സ്റ്റിലുള്ള ഒരു ഓർഡർ. പിന്നെ ആക്ച്വലി നമ്മൾ പ്രൈമറി സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് നോക്കുന്നുണ്ട്. എന്താ? ഓക്കെ, അപ്പോൾ ഇനി പിന്നെ പ്രൈമറി സെക്കൻഡറി മെറ്റബോളൈറ്റ്സുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ്? അനാലിസിസ്, കെമിക്കൽ കമ്പോസിഷൻ, അല്ലേ? പിന്നെ പ്രൈമറി സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, മാക്രോ മോളിക്യൂൾസ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ്, പിന്നെന്താ? പ്രോട്ടീൻസ്, എൻസൈംസ്. ഓക്കെ, അതിനുശേഷം നമുക്കപ്പോൾ ഫസ്റ്റ് എന്താണ് ആക്ച്വലി നടക്കുന്നതിനെ കുറിച്ച് നോക്കാം. നോക്കൂ, നിങ്ങളുടെ 9ാമത്തെ ചാപ്റ്ററാണ്, ഞാൻ പറഞ്ഞല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ബോഡി എടുക്കുകയാണെങ്കിൽ ബോഡിയിൽ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്, അല്ലേ? ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്. നമ്മുടെ ബോഡി എടുക്കുകയാണെങ്കിൽ ബോഡിയിൽ ഒരുപാട് മൈക്രോ മോളിക്യൂൾസ് ഉണ്ട്. മൈക്രോ മോളിക്യൂൾസ്, മാക്രോ മോളിക്യൂൾസ്, അത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള കണ്ണ് വെച്ചിട്ട് കാണാൻ പറ്റാത്ത മോളിക്യൂൾസ് ആണ്, അല്ലേ? അതായത് അവരുടെ മോണോമറുകളാണ്. നോക്കൂ, മോണോമറുകൾ ചേർന്നിട്ടാണ് പോളിമറുകൾ ഉണ്ടാകുക, ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾ എടുത്തോ, നിങ്ങൾ കഴിക്കുന്ന റൈസ്, അല്ലെ, അരി അല്ലെങ്കിൽ ചോറ്. എന്താ? നമ്മുടെ റൈസ് ഒക്കെ എങ്ങനെ? റൈസ് കണ്ട, ചോറ്, അല്ലെ? അപ്പൊ നമ്മൾ ഇതെടുക്കുന്ന സമയത്ത് എന്താ? ഇത് ആക്ച്വലി ഇതൊരു കോംപ്ലക്സ് മോളിക്യൂളാണ്.
കോംപ്ലക്സ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഇതിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഷുഗറുകൾ ഉണ്ട് അല്ലെ. റൈസിൽ ഏറ്റവും കൂടുതലുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്, ഷുഗറുകളാണ് അല്ലെ. കാർബോഹൈഡ്രേറ്റ്സ് ഒരു കാറ്റഗറിയാണ്. ആ കാർബോഹൈഡ്രേറ്റ്സിന്റെ കാറ്റഗറി എന്താന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഈ ചോറ് എടുക്കുന്ന സമയത്ത്, അരി എടുക്കുന്ന സമയത്ത് അതിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാടുണ്ട് അല്ലെ. കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് ആക്ച്വലി എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് ഒരു വലിയ കാറ്റഗറിയാണ്. നോക്കൂ, കാർബോഹൈഡ്രേറ്റ്സിൽ ഒരുപാട്, ഈ കാർബോഹൈഡ്രേറ്റ്സിന് അപ്പോൾ എന്താ പറയാ, വലിയൊരു ചെയിൻ ആയിരിക്കും അല്ലെ. അത് ആക്ച്വലി നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ മൗത്തിൽ വരുന്നു. മൗത്തിലെ എൻസൈംസുകൾ എന്ത് ചെയ്യും, അതിനെ കഷ്ണങ്ങളാക്കി മാറ്റുന്നു അല്ലെ. പിന്നീട് അത് നമ്മുടെ സ്റ്റൊമക്കിലെത്തുമ്പോൾ സ്റ്റൊമക്കിലെ എൻസൈംസും സ്റ്റൊമക്കിലെ ആ ഒരു കണ്ടീഷനും വെച്ചിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഓരോ കഷ്ണം വീണ്ടും എന്താവുന്നു, വീണ്ടും കഷ്ണങ്ങളായി ചെറുതായി മാറുന്നു. കണ്ടോ? ഇപ്പൊ നോക്കിയേ, ഈ ഒരു ഫോമിലാണ് ആക്ച്വലി ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുക. ബോഡി എങ്ങനെ അബ്സോർബ് ചെയ്യണം? ബോഡി അബ്സോർബ് ചെയ്യണം ഇൻറ്റസ്റ്റൈനിലൂടെയാണ് അല്ലെ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. ഈ രണ്ട് ഇൻറ്റസ്റ്റൈനിലൂടെ നമ്മുടെ മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്ത മോളിക്യൂൾസ് ഇൻറ്റസ്റ്റൈനൽ സെൽസിലൂടെ തിരിച്ച് ബേസോലാറ്ററൽ സൈഡിൽ എവിടെ എത്തുന്നു? ബേസോലാറ്ററൽ സൈഡിൽ ബ്ലഡ് വെസൽസ് ഉണ്ടാവും. ആ ബ്ലഡ് വെസലിലൂടെ അത് അബ്സോർബ് ചെയ്തിട്ട് ബോഡിയിലുള്ള എല്ലാ ഭാഗത്തേക്കും പോകുന്നു. അപ്പോൾ ഇതാണ് ആക്ച്വലി കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മോളിക്യൂൾസിനെ കുറിച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാറ് ഒരു ഓർഡറിലാണ്, ടെക്സ്റ്റിൽ ഓർഡറിൽ സാർ പോകുന്നില്ല, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓർഡറിലാദ്യം തന്നെ പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ബാക്കിയുള്ളത് സാർ അതിൻ്റെ ഓർഡറിൽ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ച്വലി കാർബോഹൈഡ്രേറ്റ്സ് ആണ്. നിങ്ങൾ നോക്കിയേ, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈഡ്രേറ്റുകളാണ്, കാർബണിന്റെ ഹൈഡ്രേറ്റുകളാണ്. കറക്റ്റ് അല്ലേ? കാർബൺ ഹൈഡ്രേറ്റ് എന്ന് പറയാൻ കാരണം എന്താ? കാർബൺ മോളിക്യൂൾ ഉണ്ട്, കാർബൺ മോളിക്യൂൾ വെച്ചിട്ടുള്ളതാണ്. പിന്നീട് എന്താ? പിന്നെ ഹൈഡ്രേറ്റ്സ് ആണ്, അതായത് കാർബൺ മോളിക്യൂൾ ഉള്ള ഫണ്ടമെന്റൽ സ്ട്രക്ചറിൽ ഹൈഡ്രേറ്റുകൾ വരുന്നു. ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ, OH ഗ്രൂപ്പ് അല്ലെ, അതിനാണ് ആക്ച്വലി ഹൈഡ്രേറ്റ് എന്ന് പറയാം, OH അല്ലെ, ഇതിനാണ്. അപ്പോൾ OH ആഡ് ചെയ്യപ്പെട്ട ഫണ്ടമെന്റൽ സ്ട്രക്ചറുകളായ കാർബോഹൈഡ്രേറ്റ്. മനസ്സിലായോ? ഓക്കെ, എന്താണ് ആക്ച്വലി കാർബോഹൈഡ്രേറ്റ്? നോക്കൂ, കാർബോഹൈഡ്രേറ്റ് എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് ദേ ആർ സ്വീറ്റ് ഇൻ ടേസ്റ്റ്. എന്താണ്? ടേസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് സ്വീറ്റ്നെസ് ഉണ്ടാവും. അവർ സ്വീറ്റ് ഇൻ ടേസ്റ്റ് ആണ്. അവരെന്താണ് ആക്ച്വലി? അവർ പോളിഹൈഡ്രോക്സി കീറ്റോൺസ്. എന്താ? ദേ ആർ പോളിഹൈഡ്രോക്സി കീറ്റോൺസ് അല്ലെങ്കിൽ ദേ ആർ ഓർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡുകളാണ്. എന്താ? ദേ ആർ പോളിഹൈഡ്രോക്സി കീറ്റോൺസ് ഓർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ആണ്. മനസ്സിലായോ? പോളിഹൈഡ്രോക്സി കീറ്റോൺസ് ഓർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ്. ഓക്കെ, ദേ ആർ പോളിഹൈഡ്രോക്സി കീറ്റോൺസ് ഓർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ആണ്. അവരുടെ ജനറൽ ഫോർമുല എന്താ? ജനറൽ ഫോർമുല ഇതാണ്, CnH2nON അല്ലെങ്കിൽ CnH2nON. പറ, മനസ്സിലായോ? ഇതാണ് ആക്ച്വലി അവരുടെ ജനറൽ ഫോർമുല. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ഇട്ട് കൊടുത്താൽ എന്താ? C1 എടുത്താൽ C6 എടുക്കുകയാണെങ്കിൽ C1 ഇല്ല അല്ലെ, C1 ആയിട്ടുള്ള ഇതുണ്ടാവില്ല. തുടങ്ങുന്നത് മിനിമം 3 കാർബൺ വെച്ചിട്ടാണ് തുടങ്ങുന്നത് അല്ലെ. അപ്പോൾ C3 എടുക്കുകയാണെങ്കിൽ C3H6O3. കറക്റ്റ് അല്ലേ? C3H6O3. ഇത് കീറ്റോ ഫോം ആണെങ്കിൽ നമ്മൾ ആൽഡോസ് ഫോം ആണെങ്കിൽ ഗ്ലിസറാൾഡിഹൈഡ് എന്നൊക്കെ പറയും അല്ലേ. പിന്നെന്താ? കീറ്റോ ഫോം ആണെങ്കിൽ ഡൈഹൈഡ്രോക്സി അസെറ്റോൺ അല്ലേ DH ഡൈഹൈഡ്രോക്സി അസെറ്റോൺ എന്ന് പറയും. സാർ എന്തായാലും സ്ട്രക്ചറൊക്കെ നമുക്ക് നോക്കാം, സ്ട്രക്ചർ വൈസ് സാറ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് ജനറൽ ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി കാർബോഹൈഡ്രേറ്റുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ജനറൽ ഐഡിയ. പിന്നീട് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയാൽ, ടെക്സ്റ്റിൽ ഫസ്റ്റ് കെമിക്കൽ കമ്പോസിഷൻ ആണ് പറയുന്നത്, എന്നാലും സാറ് നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഒന്നുമില്ല, ലിവിങ് സിസ്റ്റം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബയോമോളിക്യൂൾസ് ലൈക്ക് ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് എക്സെട്ര. അതാണ് പറയുന്നത്. അതായത് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക്, ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്ക്, ഇപ്പോൾ മസിലുകൾ എടുക്കുകയാണെങ്കിൽ മസിലുകൾ സെല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. സെല്ലിൻ്റെ ഉള്ളിൽ സെല്ലിൻ്റെ പ്ലാസ്മ മെമ്പറൈൻ എടുക്കുകയാണെങ്കിൽ സെല്ലിൻ്റെ പ്ലാസ്മ മെമ്പറൈൻ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റുകൾ വെച്ചിട്ടാണ്. ശരിയല്ലേ? പിന്നെ സെല്ലിൻ്റെ ഉള്ളിലെ ഓരോ ഫംഗ്ഷനുകളും അല്ലെങ്കിൽ സെല്ലിൻ്റെ പ്ലാസ്മ മെമ്പറൈനിലുള്ള പ്ലാസ്മ മെമ്പറൈനിൽ പ്രോട്ടീനുകളുണ്ട്. അപ്പോൾ പ്രോട്ടീനുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? അമിനോ ആസിഡുകൾ വെച്ചിട്ടാണ്. മനസ്സിലായോ? ഓക്കെ,
അതല്ലാതെ നമ്മൾ പറയുന്നുണ്ട് പിന്നെ അതല്ലാതെ വേരിയസ് എമൗണ്ട് ഓഫ് സോൾട്സ് ആൻഡ് മിനറൽസ് ഓൾസോ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ബോഡി. ഓക്കെ, പിന്നെ ഫങ്ഷനിങ് ഓഫ് ദ സിസ്റ്റം. അപ്പം ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കാർബോഹൈഡ്രേറ്റുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റുകൾ എന്താണ്? ദേ ആർ പോളിഹൈഡ്രോക്സി കീറ്റോൺസ് ഓർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ്. ഓക്കെ, എന്താണ് പോളിഹൈഡ്രോക്സി എന്ന് പറഞ്ഞാൽ OH ഒരുപാട് ഉണ്ടാവുക അല്ലെ, OH ഉണ്ടാവുക CHO ഫോം ഉണ്ടാവുക, പിന്നെന്താ OH ഉണ്ടാവുക, കീറ്റോൺ ഫോം ഉണ്ടാവുക. കീറ്റോൺ ഫോം എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് O അല്ലെ, C അല്ലെ അറിയാലോ, കീറ്റോൺ അറിയാലോ, കീറ്റോൺ ഫോം ഉണ്ടാവുക. ഓക്കെ, സാർ എന്തായാലും സ്ട്രക്ചർ ആയിട്ട് ഞാൻ സാറ് വരച്ചുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചിട്ട് നമുക്ക് അതിന്റെ ക്ലാസിഫിക്കേഷനും മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ടെക്സ്റ്റിൽ പറയുന്നത് ഫസ്റ്റ് കുറച്ച് കെമിക്കൽ അനാലിസിസ് പറയുന്നുണ്ട്, അതിനുശേഷം നമുക്ക് ഞാനിപ്പോൾ തുടങ്ങുന്നത് കാർബോഹൈഡ്രേറ്റ് വെച്ചിട്ടാണ്. അപ്പൊ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, സാർ പറഞ്ഞല്ലോ, ദേ ആർ പോളിഹൈഡ്രോക്സി കീറ്റോൺസ് ഓർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഷുഗറുകളെ രണ്ട് രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഷുഗറുകളെ നമുക്ക് രണ്ട് രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്താണ് ആക്ച്വലി ഷുഗറുകൾ രണ്ട് രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്ത ഒന്നാണ് ആൽഡോ ഫോം. എന്താ? ആൽഡോ ഫോം ഉണ്ട്. രണ്ടാണ് കീറ്റോ ഫോം ഉണ്ട്. എന്താണ്? ആൽഡോ ഫോം ഉണ്ട്, കീറ്റോ ഫോം ഉണ്ട്. ഓക്കെ, ആൽഡോസ് ഫോം ഓഫ് ഷുഗർ ഉണ്ട്, കീറ്റോ ഫോം ഓഫ് ഷുഗർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഷുഗറുകളുടെ സ്റ്റാർട്ടിങ് ഏത് നമ്പർ എത്ര വെച്ചിട്ടാണ്? 3 വെച്ചിട്ടാണ്. അപ്പൊ സാർ ഒരു എക്സാമ്പിൾ വരച്ചുതരാം. ദാ ആൽഡോ ഫോം വരച്ചുതരാം. ആൽഡോ ഫോമിന്റെ എക്സാമ്പിൾ ആണ് ആൽഡോ ഫോം ഓഫ് ഷുഗർ. ആൽഡോ ഫോം ഓഫ് ഷുഗർ നോക്കാം. ആൽഡോ ഫോം ഓഫ് ഷുഗറിൽ ആക്ച്വലി നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ 3 നമ്പർ വെച്ചിട്ടാണെന്ന് പറഞ്ഞല്ലോ. 3 നമ്പർ എന്ന് പറഞ്ഞാൽ ട്രയോസ് ആണ്. എന്താ? ട്രയോസ് അല്ലെ, ട്രയോസ് ആണ് ആക്ച്വലി. അപ്പോൾ ആക്ച്വലി ഇതെന്താ? ആൽഡോ ട്രയോസ് ആണ്. ആൽഡിഹൈഡിൽ വരുന്ന 3 കാർബൺ ഷുഗറുകളെ ആൽഡോ ട്രയോസ് എന്ന് വിളിക്കും ജനറലി. അപ്പൊ എന്താണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ദാ ആൽഡോ ഫോം 3 കാർബൺ CHO അല്ലെ. CHO എങ്ങനെ എഴുതണമെന്ന് അറിയാലോ. ദാ CHO എഴുതണ എങ്ങനെയാണ് കണ്ടോ? CHO. ഓക്കെ, CHO ആൽഡോ ഫോം ആണ്. പിന്നെന്താ? OH, H, പിന്നെന്താ? CH2OH. പറഞ്ഞു മനസ്സിലായോ? ആക്ച്വലി ഇതാണ് 3 കാർബൺ ഫോം. ഈ 3 കാർബൺ ഫോമിന് നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ആക്ച്വലി അവരുടെ കോമൺ നെയിം പൊതുവെ നമ്മൾ പറയാറുണ്ട് ഗ്ലിസറാൽഡിഹൈഡ്. എന്താണ്? ഗ്ലിസറാൽഡിഹൈഡ്. എന്താ? ഗ്ലിസറാൽഡിഹൈഡ്. ഓക്കെ, ഗ്ലിസറാൽഡിഹൈഡ്. ഓക്കെ, ഗ്ലിസറാൽഡിഹൈഡ്. ഓക്കെ, അപ്പോൾ ട്രയസ് ഫോം ഓഫ് ഷുഗർ ആണ്. ട്രയസ് ഫോം ഓഫ് ഷുഗർ ആൽഡോ ഫോം ആണ്. അപ്പോൾ അത് നമ്മൾ ഗ്ലിസറാൽഡിഹൈഡ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് നോക്കാനുള്ളത് അതിന്റെ കീറ്റോ ഫോം ആണ്. അപ്പോൾ കീറ്റോ ഫോം എന്താ? ഇതൊരു എക്സാമ്പിൾ ആയിട്ട് സാർ പറയുന്നതാണ്. ഇനി കീറ്റോ ഫോം നോക്കാം. എന്താ? കീറ്റോ ഫോമിൽ എങ്ങനെയായിരിക്കും? കീറ്റോ ഫോമിൽ 3 കാർബണുകളാണ്. അപ്പോൾ എന്താ? അത് കീറ്റോ ട്രയോസ് ആണെന്ന് സാർ പറഞ്ഞല്ലോ. കീറ്റോ ട്രയോസ് ആണ്. ഇതെന്താ? ആൽഡോ ട്രയോസ് ആയിരുന്നു. അപ്പോൾ ഇതിന്റെ കോമൺ നെയിം ആയിട്ടാണ് പറയുന്ന ഗ്ലിസറാൽഡിഹൈഡ്. എന്താ? ഗ്ലിസറാൽഡിഹൈഡ്. അപ്പോൾ ഇതിന്റെ കേസിൽ എന്ത് വരും? ഇതിന്റെ കേസിൽ എന്ത് വരും? CH2OH കീറ്റോ ഫോം ആയതുകൊണ്ട് C ഡബിൾ ബോണ്ടോ, അടുത്ത CH2OH. ഇതെന്താണ്? ഇത് ട്രയോസ് ഫോം ആണ്. ഇത് നമ്മൾ കോമൺലി എന്ത് പറയുന്ന അറിയോ? ഡൈഹൈഡ്രോക്സി കീറ്റോൺ. ഓക്കെ, ഡൈഹൈഡ്രോക്സി കീറ്റോൺ ആണ്. സ്പെസിഫിക്കലി പറഞ്ഞാൽ ഡൈഹൈഡ്രോക്സി അസറ്റോൺ എന്ന് പറയും. എന്താ? അസറ്റോൺ. എന്താണ് ആക്ച്വലി എന്താണ് അസറ്റോൺ? അസറ്റോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് CH3 C ഡബിൾ ബോണ്ടോ CH3. ഇതിനാണ് നമ്മൾ ആക്ച്വലി അസറ്റോൺ എന്ന് പറയാം. ഈ അസറ്റോണിന്റെ 2 സ്ഥലത്തിലും OH വരുമ്പോൾ അത് എന്തായിട്ട് മാറും? ഡൈഹൈഡ്രോക്സി അസറ്റോൺ എന്ന് എഴുതാം. ഡൈഹൈഡ്രോക്സി അസറ്റോൺ ആണ്. ഓക്കെ, ഡൈഹൈഡ്രോക്സി അസറ്റോൺ. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ആക്ച്വലി സാറ് ഷുഗറുകളുടെ 2 സ്ട്രക്ചർ ആണ് പറഞ്ഞത്. 2 ഫോം ഓഫ് ഷുഗർ ഉണ്ട്. ആൽഡോ ഫോം ഓഫ് ഷുഗർ ഉണ്ട്, കീറ്റോ ഫോം ഓഫ് ഷുഗർ ഉണ്ട്. ആൽഡോ ഫോം ഓഫ് ഷുഗറിൽ 3 കാർബൺ വെച്ചിട്ടുള്ളതാണ് ട്രയോസ്. അറിയാലോ, ട്രയോസ്, ടെട്രോസ്, പെൻഡോസ്, ഹെപ്റ്റോസ് അങ്ങനെ പറഞ്ഞ് നമുക്ക് കോമൺലി പോവാം. അത് ആൽഡോ ഫോം ആണെങ്കിൽ ആൽഡോ ട്രയോസ്, ആൽഡോ ടെട്രോസ്, ആൽഡോ പെൻഡോസ്, ആൽഡോ ഹെക്സോസ്. അപ്പോൾ അതിന് നമ്മൾ കോമൺലി പറയും 3 കാർബൺ ഉള്ളതാണെങ്കിൽ ഗ്ലിസറാൽഡിഹൈഡ്, ഇത് ഡൈഹൈഡ്രോക്സി അസറ്റോൺ എന്നും പറയാറുണ്ട്. ഇനി നമുക്ക് 4 കാർബണുകളെയാണ് നമ്മൾ വിളിക്കാം? 4 കാർബൺ ടെട്രോസ് ആണ്. ഓക്കെ, അത് നോക്കാം. ഇത് എന്തെങ്കിലും നിങ്ങൾക്ക്
സംശയം ഉണ്ടെങ്കിൽ, സാറ് പറയുന്നത് എന്തെങ്കിലും സംശയം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയണം. എന്നാൽ മാത്രമാണ് സാറിന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഷുഗറുകൾ എന്താണ്, ഇപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് സാറ് ഷുഗറിന്റെ കേസിൽ പറഞ്ഞത്. ഇനി ഷുഗറുകളുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അവരിലുള്ള മോണോമർ യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. എന്താണ് അവരിലുള്ള മോണോമർ യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. എന്താണ് അവരിലുള്ള മോണോമർ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇതാ ഒരൊറ്റ സിംഗിൾ യൂണിറ്റുകളാണെങ്കിൽ അതിന് നമ്മൾ മോണോസാക്കറൈഡ് എന്ന് വിളിക്കും. എന്താ? മോണോസാക്കറൈഡ്സ് എന്ന് വിളിക്കും. ഇനി അത് രണ്ട് സാക്കറൈഡ് യൂണിറ്റ്, എന്താ സാർ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയാം, എന്നാലും ഇപ്പോൾ മനസ്സിലാക്കുക. ഇത് ഒരു ഷുഗറാണ്, ഇതൊരു മോണോസാക്കറൈഡ്, ഇത് അടുത്ത മോണോസാക്കറൈഡ്. ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ബോണ്ട് സാക്കറൈഡ് ബോണ്ടാണ്. വാട്ടർ എലിമിനേറ്റ് ചെയ്ത് ഉണ്ടാവുന്ന ബോണ്ടാണ് സാക്കറൈഡ് ബോണ്ടാണ്. അപ്പൊ ആക്ച്വലി ഇതെന്തായി? ഡൈസാക്കറൈഡ് ആയി. ഇനി ഒരുപാട് വേറെ ഷുഗറുകൾ വരുന്നുണ്ട്. ഒരുപാട് വേറെ ഷുഗറുകൾ വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പോളിസാക്കറൈഡ് എന്ന് പറയും. മൾട്ടിപ്പിൾ ഒരുപാട് സാക്കറൈഡ് യൂണിറ്റുകൾ ഉണ്ട്. അപ്പൊ നമ്മളത് അതിന് വിളിക്കും. അപ്പോൾ ഡൈസാക്കറൈഡ്സ് ഉണ്ട്, ഡൈസാക്കറൈഡ്സ്, പിന്നുള്ളത് പോളിസാക്കറൈഡ്സ് ആണ്. പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിലധികം യൂണിറ്റുകൾ വരും. അപ്പോൾ ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ പോളിസാക്കറൈഡ്സ് എന്ന് വിളിക്കും. സാക്കറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? സാക്കറൈഡ് ബോണ്ടാണ്, ഷുഗർ ബോണ്ടാണ്, വാട്ടർ എലിമിനേറ്റ് ചെയ്തുണ്ടാവുന്ന ബോണ്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മോണോസാക്കറൈഡിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഒരുപാട് എക്സാമ്പിൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഗ്ലിസറാൽഡിയയുടെ ഒരു എക്സാമ്പിൾ ആണ്. 3 കാർബണിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലിസറാൽഡിയയുടെ. പിന്നെ 6 കാർബണിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ്, മാനോസ്, ഗാലക്ടോസ് എക്സാമ്പിൾ ആണ്. പിന്നെ 5 കാർബൺ, 4 കാർബൺ ഉണ്ട്, അരാബിനോസ്, സൈലുലോസ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. അത് നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ഡൈസാക്കറൈഡ്സിന്റെ എക്സാമ്പിൾ ആണ്, നോക്കൂ. ലാക്ടോസ് എക്സാമ്പിൾ ആണ്, സൂക്രോസ് എക്സാമ്പിൾ ആണ്. എന്താ? ലാക്ടോസ് ആൻഡ് എക്സാമ്പിൾ ആണ്, സൂക്രോസ് ആൻഡ് എക്സാമ്പിൾ ആണ്. സൂക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി സൂക്രോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസിന്റെ ഡൈസാക്കറൈഡ് ആണ്. പിന്നെ ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗാലക്ടോസും ഗ്ലൂക്കോസിന്റെ ഡൈസാക്കറൈഡ് ആണ്. നമ്മൾ കഴിഞ്ഞ അല്ലെങ്കിൽ +2 നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഉണ്ടാവും. അതിൽ നമ്മൾ ഓപ്രോൺസിനെ കുറിച്ച് പഠിക്കാറുണ്ട്. ഓപ്രോൺസിൽ നമ്മൾ ഡൈസാക്കറൈഡ് അല്ലേ, ലാക്ടോസ് ഓപ്രോൺ നമ്മൾ പഠിക്കാറുണ്ട്. ലാക്ടോസ് ഓപ്രോൺ എന്ന് പറഞ്ഞാൽ ഓപ്രോൺ സിസ്റ്റം നമ്മൾ പഠിക്കുന്നുണ്ട് +2. ഓക്കെ, ഇനി പോളിസാക്കറൈഡുകൾ ഉണ്ട്. പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷുഗറിന്റെ യൂണിറ്റുകൾ, മോണോമറിക് യൂണിറ്റുകൾ ചേർന്നുണ്ടാവുന്ന ഒരു സിസ്റ്റം. ആ ഒരു ഷുഗറിനെയാണ് നമ്മൾ പോളിസാക്കറൈഡ്സ് എന്ന് പറയാം. ഇപ്പൊ പോളിസാക്കറൈഡ് പ്ലാസ്മ മെംബ്രെയിൻ പോളിസാക്കറൈഡുകൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന അല്ലെ. സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിനിൽ എന്തുണ്ട്? ലിപ്പിഡുകൾ ഉണ്ട്, ശരിയാണ്. എന്നാലും സെല്ലിന്റെ ലിപ്പിഡുകളുടെ മുകളിൽ എന്തുണ്ടാവാറുണ്ട്? ഷുഗറുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ RBCയുടെ കേസിൽ അങ്ങനെയാണ്. നമ്മൾ റെഡ് ബ്ലഡ് സെൽസിനെ എന്താണ് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ടല്ലോ. ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ നമ്മൾ ഷുഗറിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷുഗറുകൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? RBCയിലുള്ള ഷുഗറിൽ എത്ര എമൗണ്ട് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റെഡ് ബ്ലഡ് സെൽസിനെ നമ്മൾ എന്ത് ചെയ്യണത്? അത് ക്ലാസിഫൈ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ പോളിസാക്കറൈഡ്സ് ആയിട്ട് നമ്മൾ എക്സാമ്പിൾ പറയാ. ഇപ്പൊ നാഗ്നാം അല്ലെ, കൈറ്റിനൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. പിന്നെ സെല്ലുലോസ് ഒക്കെ എന്താ? ആക്ച്വലി പ്ലാന്റിന്റെ സെൽ വാൾ ഉണ്ടാക്കുന്നത് സെല്ലുലോസ് വെച്ചിട്ടാണ് അല്ലെ. കറക്റ്റ് അല്ലേ? കാരണം പ്ലാസ്മ മെംബ്രെയിൻ സെൽ വാളും കൂടി അല്ലെ. നമുക്കറിയാം ഏറ്റവും പ്ലാന്റ്സിന്റെ കേസിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിരിക്കുന്നത് സെൽ വാൾ എന്താണ്? സെല്ലുലോസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. അവർക്ക് സ്ട്രക്ചറലി റിജിഡ് ഫംഗ്ഷൻ ആയിട്ട് ആയിരിക്കും സെൽ വാളുകൾ ഉണ്ടാവുക. അപ്പൊ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ആക്ച്വലി എന്ത് വെച്ചിട്ടാണ്? പോളിസാക്കറൈഡ് വെച്ചിട്ടാണ്. സെല്ലുലോസ് എന്ന് പറയും. സ്റ്റാർച്ച് എക്സാമ്പിൾ ആണ് അല്ലെ. സ്റ്റാർച്ച് പ്ലാന്റ്സിന്റെ കേസിൽ സ്റ്റോർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? സൂക്രോസ് ഫോം, സ്റ്റാർച്ച് ഫോമിലാണ് പ്ലാന്റ്സ് അവരുടെ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യണത്. അതെന്തോ ഒരു പോളിസാക്കറൈഡ് ആണ്. പിന്നീട് ആനിമൽസിന്റെ കേസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൈക്കജൻ എന്ന രൂപത്തിലാണ്. പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൂക്രോസ് ആണെങ്കിൽ അവർ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ചിലാണ്. കാരണം സ്റ്റാർച്ച് എന്ന് പറഞ്ഞ ഫോമിൽ ആക്ച്വലി നോക്കൂ, പ്ലാന്റിൽ ഒരുപാട് വാട്ടർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാട്ടറിന് സ്റ്റാർച്ച് ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റില്ല, നോൺ റെഡ്യൂസിങ് ആയിട്ട് മാറും. പക്ഷേ എന്താ, സൂക്രോസിനെ സംബന്ധിച്ചിടത്തോളം അവർ റെഡ്യൂസിങ് ആണ്. റെഡ്യൂസിങ് ആയതുകൊണ്ട് തന്നെ പ്ലാന്റിലെ വാട്ടർ ബ്രേക്ക് ചെയ്ത് സൂക്രോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. പറഞ്ഞ മനസ്സിലായി. അപ്പോൾ അത് പോളിസാക്കറൈഡ് ആണ്. സൂക്രോസ് ഒരു പോളിസാക്കറൈഡ് ആണ്, സ്റ്റാർച്ച് ഒരു പോളിസാക്കറൈഡ് ആണ്. ഗ്ലൈക്കജൻ ആനിമൽസിന്റെ കേസിൽ സ്റ്റോറേജിന് വേണ്ടി ഉള്ളതാണ്. സ്റ്റോറേജിന് ഉപയോഗിക്കുന്ന ഷുഗറിന്റെ കാർബോഹൈഡ്രേറ്റ് ഫോമാണ് സ്റ്റാർച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ പോളിസാക്കറൈഡുകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സ്ട്രക്ചറൽ പോളിസാക്കറൈഡുകൾ ഉണ്ട്. എന്താണ്? സ്ട്രക്ചറൽ പോളിസാക്കറൈഡ് ഉണ്ട്. നോക്കൂ, സ്ട്രക്ചറൽ പോളിസാക്കറൈഡിൽ വരുന്നതാണ് എന്ത്? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ, സെൽ വാള്, കൈറ്റിൻ എക്സെട്ര അല്ലെ. ബാക്ടീരിയയിലൊക്കെ
ബാക്ടീരിയയുടെ കേസിൽ എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ നാഗ് നാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അല്ലെ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് ലാർജ് പോളിസാക്കറൈഡ് ഉണ്ട് അല്ലെ, ലെയർ ഉണ്ട്. എന്നാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലെസ് എമൗണ്ട് ഓഫ് പോളിസാക്കറൈഡ് ആണ് അല്ലെ പറയാറുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ പിന്നെ സ്ട്രക്ചറൽ പോളിസാക്കറൈഡ് ഉണ്ട്, സ്റ്റോറേജ് പോളിസാക്കറൈഡ് ഉണ്ട്. നോക്കൂ, സ്റ്റോറേജ് പോളിസാക്കറൈഡിന്റെ കേസിലാണ് സാറ് പറഞ്ഞ ഗ്ലൈക്കജൻ അല്ലെ, ഗ്ലൈക്കജൻ. പിന്നെ സ്റ്റാർച്ച് അല്ലെങ്കിൽ സെല്ലുലോസ്. സ്റ്റാർച്ച് അല്ലെങ്കിൽ സെല്ലുലോസ് ഒക്കെ എന്താണ് ആക്ച്വലി സ്റ്റോറേജ് പോളിസാക്കറൈഡ് ആണ്. സ്ട്രക്ചറൽ പോളിസാക്കറൈഡിൽ വരുന്നതാണ് എന്ത്? സ്ട്രക്ചറൽ പോളിസാക്കറൈഡിൽ വരുന്നതാണ് സാറ് പറഞ്ഞ കൈറ്റിൻ അല്ലേ. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾ ആണ്. സെല്ലുലോസ്, ഓക്കെ, സെല്ലോസ് സ്റ്റാർച്ച് അല്ല, ഇത് സൂക്രോസ് ആണ്, ഇത് സെല്ലുലോസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി കാർബോഹൈഡ്രേറ്റ് എന്താന്നുള്ളത് മനസ്സിലാക്കാനുള്ളത്. പിന്നീട് ടെക്സ്റ്റിൽ കുറച്ച് വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ടെക്സ്റ്റും പറയുന്നുണ്ട് എന്താ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. നോൺ ഷുഗർ ആയിട്ടുള്ള പോളിസാക്കറൈഡുകൾ നോക്ക്, നിങ്ങൾക്ക് അറിയാലോ ഷുഗറിനെ സംബന്ധിച്ചിടത്തോളം, കാർബോഹൈഡ്രേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാർജ് എമൗണ്ട് ഓഫ് OH ഗ്രൂപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈസിലി വാട്ടറായിട്ട് സൊല്യൂബിളൈസ് ചെയ്യാൻ പറ്റാറുണ്ട്. നമ്മൾ പൊതുവെ പറയാറുണ്ട് ഓർഗാനിക് കോമ്പൗണ്ടുകൾ വാട്ടറിൽ സൊല്യൂബിൾ അല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഷുഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഹൈഡ്രോക്സി ഗ്രൂപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വാട്ടറായിട്ട് സൊല്യൂബിളൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ മോണോസാക്രൈഡ്സിന് കേസ് ഷുഗർ പറയുന്നുണ്ട്, ടെക്സ്റ്റ് പറയുന്നുണ്ട്. ഇതറിയാലോ, ഡൈസാക്രൈഡുകൾ അല്ലെങ്കിൽ ഒലിഗോസാക്രൈഡ്സ് ഉണ്ട്. ഒലിഗോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ യൂണിറ്റുകളാണ്. അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി, അപ്പോൾ ഒരു കാറ്റഗറി എഴുതിക്കോ, ഒലിഗോസാക്രൈഡ്സ്. ഒലിഗോസാക്രൈഡ്സ് എന്താണ് ആക്ച്വലി? ഒലിഗോസാക്രൈഡ്സ് സ്മോൾ യൂണിറ്റ്സ് ഓഫ് ഡൈസാക്രൈഡുകളെയാണ് നമ്മൾ ഒലിഗോസാക്രൈഡ്സ് എന്ന് പറയാം. പിന്നെ പോളിസാക്രൈഡ് ഉണ്ട്. പോളിസാക്രൈഡ് ആണ് സാർ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ 2 ടൈപ്പ് ഓഫ് പോളിസാക്രൈഡ് എന്ന് പറഞ്ഞു. നോക്കൂ, ഇനിയിപ്പോ അതിൽ പറയാനുള്ളത് ഗ്ലൂക്കോസിനെ കുറിച്ച് പറയാനുണ്ട്. എന്താണ് ആക്ച്വലി ഗ്ലൂക്കോസ്? നിങ്ങൾക്ക് എന്താണ് ഗ്ലൂക്കോസിനെ കുറിച്ച് മനസ്സിലായത്? സാറ് പറഞ്ഞല്ലോ, ഗ്ലൂക്കോസ് എടുക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസ് എന്താണ്? ഒരു 6 കാർബൺ ഷുഗറാണ്. അതെന്താണ് ആക്ച്വലി? അതൊരു ആൽഡോ ഫോം ഓഫ് ഷുഗർ ആണ്. ആൽഡോ ഫോം ഓഫ് ഷുഗർ. നോർമലി എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുക? നോർമലി ബോഡിയിൽ എക്സിസ്റ്റ് ചെയ്യുക എങ്ങനെയായിരിക്കും? അവർ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിലും ഹ്യൂമൻസിന്റെ കേസിലാണെങ്കിൽ എന്താണ്? അവർ ക്ലോസ്ഡ് റിംഗ് സ്ട്രക്ചറാണ്. എന്താ? ക്ലോസ്ഡ് റിംഗ് സ്ട്രക്ചർ. ക്ലോസ്ഡ് റിംഗ് സ്ട്രക്ചറിലാണ് ആക്ച്വലി എന്ത് ചെയ്യുക? അവർ എക്സിസ്റ്റ് ചെയ്യുക. ക്ലോസ്ഡ് റിംഗ് സ്ട്രക്ചറിലാണ് അവർ ആക്ച്വലി എന്ത് ചെയ്യുക? എക്സിസ്റ്റ് ചെയ്യുക. നിങ്ങൾ നോക്കിയേ, ഗ്ലൂക്കോസ് ഒരു ആൽഡോ ഫോം ആണ്. അപ്പോൾ 1, 2, 3, 4, 5, 6 അല്ലെ, ആൽഡോ ഫോം ആണ്. CHO അല്ലെ, പിന്നെന്താ CH2OH, പിന്നെന്താ OH, OH അല്ല, ഇതാണ് ആക്ച്വലി ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ. ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ഇതാണെന്ത്? ഓപ്പൺ ചെയിൻ ഫോം ആണ്. നോക്കൂ, എന്തുകൊണ്ട് ഇതിന് ആൽഡിഹൈഡ് ഫോം എന്ന് പറയാൻ കാരണം OH ആണ്. ഇനി ഇതേ CHO എന്താ, ഫസ്റ്റ് കാർബണിൽ CHO ഉണ്ട്. ഇനി ഇതേ സ്ട്രക്ചർ തന്നെ അതിന്റെ കീറ്റോ ഫോമിൽ വരക്കുമ്പോൾ അത് നമ്മൾ ഫ്രക്ടോസ് എന്ന് വിളിക്കും. അപ്പോൾ ഫ്രക്ടോസും ഗ്ലൂക്കോസും എന്താ ആക്ച്വലി? അവർ ഐസോമറുകളാണ്. എന്താ? ഇതേ സാധനത്തിന് ഞാൻ അതിന്റെ കീറ്റോ ഫോമിൽ വരയ്ക്കണതാ. CH2OH കണ്ടോ? 3rd കാർബൺ ഇപ്പുറത്തേക്കാണ്, ബാക്കി OH ഇങ്ങോട്ടാണെങ്കിൽ അതിനെന്ത് വിളിക്കും? ഇതിനെ ഫ്രക്ടോസ് എന്ന് വിളിക്കും. കണ്ടോ? ഇതാണ് ആക്ച്വലി ഫ്രക്ടോസ്. അപ്പോൾ ഫ്രക്ടോസും ഗ്ലൂക്കോസും എന്താണ്? ഐസോമറുകളാണ്. അപ്പോൾ ഇത് ആൽഡോ ഫോം, ഇത് കീറ്റോ ഫോം. ഇനിയിപ്പോൾ ഷുഗറുകളുടെ നമ്മൾ ഗ്ലൂക്കോസിന്റെ ഡൈസാക്രൈഡ് എടുക്കുമ്പോൾ ഒരു ഗ്ലൂക്കോസിന്റെ ഡൈസാക്രൈഡ് ആണ് നമ്മൾ പറഞ്ഞത് ഗാലക്ടോസ്. ഗാലക്ടോസ് എന്താ ആക്ച്വലി? ഗാലക്ടോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസും ലാക്ടോസ് ആണ് ആക്ച്വലി. എന്താണ് ലാക്ടോസ്? ലാക്ടോസ് ഒരു ഡൈസാക്രൈഡ് ആണ്. ഗാലക്ടോസ് അല്ല, ഗാലക്ടോസ് എന്താ? ഒരു സിംഗിൾ മോണോസാക്രൈഡ് ആണ്. സോറി, എന്താണ്? ഒന്നുകൂടി പറയാം, റിപ്പീറ്റ് ചെയ്യാം. ഗാലക്ടോസിനെ സംബന്ധിച്ചിടത്തോളം ഗാലക്ടോസ് ഒരു 6 കാർബൺ ആയിട്ടുള്ള
ഒരു ഗ്ലൂക്കോസിന്റെ എപ്പിമറാണ്. ഗ്ലൂക്കോസിന്റെ എപ്പിമറാണ്. ലാക്ടോസ് എന്താ ആക്ച്വലി? ലാക്ടോസ് ആണ് ഡൈസാക്കറൈഡ്. ഡൈസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ 2 സാക്കറൈഡ് യൂണിറ്റുകൾ. ഏതൊക്കെയാണ്? ഒന്ന് ഗാലക്ടോസും ഒന്ന് ഗ്ലൂക്കോസും. പിന്നെ ഒരു ഡൈസാക്കറൈഡ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് സൂക്രോസിനെയാണ്. സൂക്രോസ് എന്താ? സൂക്രോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ടുള്ള ഒരു ഡൈസാക്കറൈഡ് ആണ്. മനസ്സിലായോ? ഓക്കെ. പിന്നെ മാൾട്ടോസ് നമ്മൾ പറയാറുണ്ട്. മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ 2 ഗ്ലൂക്കോസ് ചേർന്നിട്ടുള്ള അടുത്ത ഒരു ഡൈസാക്കറൈഡ് ആണ്. അപ്പൊ ആക്ച്വലി ഇതാണ് ഡൈസാക്കറൈഡുകൾ. 2 ഇപ്പൊ ഗ്ലൂക്കോസ് ചേർന്ന ഡൈസാക്കറൈഡിന്റെ കേസാണ് സാറ് പറഞ്ഞത്. ഇപ്പോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് നോക്കിയിരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പിന്നെ നമുക്ക് അതിന്റെ റിയാക്ഷനുകൾ കുറച്ച് നോക്കാനുണ്ട്. ഇനി നോക്കിയേ, നമുക്ക് 2 ടൈപ്പ് ഓഫ് ഷുഗറുകൾ, വേറൊരു 2 ടൈപ്പ് ഓഫ് ഷുഗറുകളാണ്, വേറൊരു കാറ്റഗറിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാറ്റഗറി നോക്കി. എന്താണ്? ഷുഗറുകൾ അവരുടെ യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ: ഡൈസാക്കറൈഡ്, മോണോസാക്കറൈഡ്, പോളിസാക്കറൈഡ്. പിന്നെന്താ? ഷുഗറുകൾ അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പിലുള്ള വ്യത്യാസം. മനസ്സിലായോ? ഇനി നമുക്ക് ഷുഗറുകൾ അവരുടെ റിയാക്ഷൻ എങ്ങനെയാണ്? റിയാക്ഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഷുഗറുകളെ 2ആയിട്ട് ഇനി ക്ലാസിഫൈ ചെയ്യാൻ പോണത്. 2 ടൈപ്പ് ഓഫ് ഷുഗറുകളാണ് ഉള്ളത്. ഒന്ന് റെഡ്യൂസിങ് ഷുഗറുകളും പിന്നെ നോൺ റെഡ്യൂസിങ് ഷുഗറുകളും. അതെന്താ നമുക്ക് നോക്കാം. ഷുഗറുകൾ റെഡ്യൂസിങ് ആണോ ഷുഗറുകൾ നോൺ റെഡ്യൂസിങ് ആണോ എന്നാണ് നമ്മൾ നോക്കിയത്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തതിൽ 3 ഡൈസാക്കറൈഡുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ലാക്ടോസ് ആണ്, പിന്നെ സൂക്രോസ് ആണ്, പിന്നെ മാൾട്ടോസ് ആണ്. അല്ലെ, മാൾട്ടോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് അല്ലെ ഡൈസാക്കറൈഡ് ആണ്. ഞാനത് എഴുതി തരാം. നോക്കിയേ, അതായത് ഫെല്ലിങ്സ് റിയേജന്റിനെയോ ടോളറൻസ് റിയേജന്റിനെയോ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഷുഗറുകളെയാണ് നമ്മൾ ആക്ച്വലി റെഡ്യൂസിങ് ഷുഗറുകൾ എന്ന് പറയാം. ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. ഫെല്ലിംഗ് സാറ് അതിൻ്റെ റിയാക്ഷൻ എഴുതി തരാം. അപ്പോൾ ടോളറൻസ് റിയേജന്റിനെയോ ഫെല്ലിങ്സ് റിയേജന്റിനെയോ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഷുഗറുകളെയാണ് നമ്മൾ ആക്ച്വലി റെഡ്യൂസിങ് ഷുഗറുകൾ നമ്മൾ പറയാം. റിയാക്ഷൻ ലെവലിൽ മനസ്സിലായോ? ഓക്കെ, നോക്കൂ. ഫസ്റ്റ് ആയിട്ടുള്ള മാൾട്ടോസ് എടുക്കുന്നു. മാൾട്ടോസ് ഒരു ഡൈസാക്കറൈഡ് ആണെന്ന് സാറ് പറഞ്ഞു. എന്താണ്? മാൾട്ടോസ് ഒരു ഡൈസാക്കറൈഡ് ആണ്. പിന്നെന്താ? പിന്നീടുള്ളതാണ് മൂന്നാമത്തത്. രണ്ടാമത്തെ എന്താ? അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഡൈസാക്കറൈഡ് ആണ് ആക്ച്വലി സൂക്രോസ്. പിന്നെ മൂന്നാമത്തെ ഡൈസാക്കറൈഡ് ആണ് ലാക്ടോസ്. അല്ലെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഡൈസാക്കറൈഡ് ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ ബോണ്ടാണ്. ഡൈസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ 2 ഷുഗർ യൂണിറ്റുകൾ ഒരൊറ്റ ബോണ്ടിലാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലെ, N-1 കറക്റ്റ് അല്ലേ? N-1 ബോണ്ടുകളായിരിക്കും. നോക്കൂ, മാൾട്ടോസിന്റെ കേസിൽ എന്താ ഉണ്ടായിരിക്കുന്നത്? 2 ഗ്ലൂക്കോസ് വെച്ചിട്ടാണ്. അപ്പോൾ ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ്. ഇതിലേക്ക് ഞാൻ ഹൈഡ്രേഷൻ അല്ലെ വാട്ടർ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താ? 2 ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ആയിട്ട് മാറും. നോക്കൂ, എല്ലാ മോണോസാക്രൈഡുകളും റെഡ്യൂസിങ് നേച്ചറാണ്. എന്തുകൊണ്ട് റെഡ്യൂസിങ് നേച്ചർ എന്ന് പറയുന്നു? അവർക്ക് OH ഗ്രൂപ്പ് ഉണ്ടാവും. മനസ്സിലായി? അവരുടെ OH ഗ്രൂപ്പ് ഫ്രീ ആണ്. സർക്ലൈസ്ഡ് അല്ലെ ക്ലോസ്ഡ് റിംഗ് സ്ട്രക്ചറിൽ അവരുടെ OH ഗ്രൂപ്പ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ റിയാക്ട്. അതുകൊണ്ടാണ് നമ്മൾ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയാം. ഇനി സൂക്രോസ് എടുത്തോ. സൂക്രോസ് ഒരു ഡൈസാക്കറൈഡ് ആണ്. സൂക്രോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഗ്ലൂക്കോസും ഫ്രക്ടോസും വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഹൈഡ്രേഷൻ റിയാക്ഷൻ കൊടുക്കുന്നു അല്ലെ, വാട്ടർ ബ്രേക്ക് ചെയ്യുന്നു, വാട്ടർ അവരെ ബ്രേക്ക് ചെയ്യിപ്പിക്കുന്നു അല്ലെ. പിന്നെ ലാക്ടോസ് ആണ്. ലാക്ടോസ് ഉണ്ടാക്കുന്നത് എന്താ? ഗാലക്ടോസും പ്ലസ് ഗ്ലൂക്കോസ്. ഇവരൊക്കെ 6 കാർബൺ ഷുഗറുകളാണ് അല്ലെ, 6 കാർബൺ ഷുഗറുകളാണ്. അപ്പോൾ അടുത്ത ഹൈഡ്രേഷൻ റിയാക്ഷൻ. മനസ്സിലായോ? അപ്പൊ ആക്ച്വലി എന്താ? ഇപ്പോ ഇതെടുക്കുന്ന സമയത്ത് സൂക്രോസ് മാത്രമാണ് ആക്ച്വലി നോൺ റെഡ്യൂസിങ് ആയിട്ടുള്ളത്. സൂക്രോസ് മാത്രമാണ് ആക്ച്വലി സൂക്രോസ് കണ്ടീഷനിലാണ് ആക്ച്വലി നോൺ റെഡ്യൂസിങ്. ഞാൻ NR എന്ന് ഇടാം. ഇനി മാൾട്ടോസ് എടുത്തോ. മാൾട്ടോസ് റെഡ്യൂസിങ് ആണ്. ലാക്ടോസ് റെഡ്യൂസിങ് ആണ്. അവരെങ്ങനെയാണ് റെഡ്യൂസിങ് എന്നുള്ളത്? അവരുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള റിംഗ് സ്ട്രക്ചറിൽ OH ഗ്രൂപ്പ് ഫ്രീ അല്ലെങ്കിൽ അവരെന്താണ്? അവർ നോൺ റെഡ്യൂസിങ് ആണ്. OH ഗ്രൂപ്പ് ഫ്രീ ആണെങ്കിൽ അവർ റെഡ്യൂസിങ് ആണ്. അവർക്ക് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു ഷുഗർ റെഡ്യൂസിങ് ആണോ ഒരു ഷുഗർ നോൺ റെഡ്യൂസിങ് ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഒരു ഫെല്ലിങ്സ് റിയേജന്റിനെയോ
ഫെല്ലിങ്സ് റിയേജന്റിനെയോ പിന്നെ ടോളൻസ് റിയേജന്റിനെയോ അവർ റെഡ്യൂസ് ചെയ്താൽ നമ്മൾ അവർ റെഡ്യൂസിങ് ഏജന്റുകൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് ടെക്സ്റ്റിൽ പറയുന്നത് എന്നത് നമുക്ക് നോക്കാം. ടെക്സ്റ്റിൽ എന്താണ് പോളിസാക്കറൈഡ്സിനെ കുറിച്ച് പറയുന്നത് നോക്കാം. നോക്കൂ, പോളിസാക്കറൈഡ്സ് എന്താണെന്ന് ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയ ടെക്സ്റ്റിൽ ഇപ്പോൾ ഷുഗേഴ്സിന്റെ കേസായിട്ട് പറയുന്നത് റൈബോസ് ഗ്ലൂക്കോസ് ആണ് അല്ലെ. റൈബോസ് 5 കാർബൺ ഷുഗർ ആണ്. 5 കാർബൺ ഷുഗർ എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആറ്റങ്ങൾ ഉണ്ടാവും. 5 കാർബൺ ആറ്റങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 3, 4, 5. അപ്പോൾ 5 കാർബൺ ഷുഗർ ആണ് റൈബോസ്. അത് സാറ് ഇതിനു മുമ്പ് നമുക്ക് +2 ക്ലാസ് എടുക്കുന്ന സമയത്ത് സാറ് റൈബോസിന്റെ സ്ട്രക്ചർ ഒക്കെ വരച്ചെന്നാണ്. റൈബോസിന്റെ 5 പെൻഡോസ് ഷുഗർ ആണ് അല്ലെ. പെൻഡോസ് ഷുഗർ ആണ്. അതെ, 1, 2, 3, 4, 5 അല്ലെ. 5 കാർബണുള്ള പെൻഡോസ് ഷുഗർ ആണ്. പെൻഡോസ് എന്നാണ് പറഞ്ഞത് അല്ലെ. പെൻഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആൽഡോസ് ഫോം ആണ്. അതായത് ആൽഡിഹൈഡ് ഫോം ഓഫ് ഷുഗർ ആണ് അല്ലെ. ആൽഡിഹൈഡ് ഫോം ഓഫ് ഷുഗർ. ആൽഡിഹൈഡ് ഫോം ഓഫ് ഷുഗർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി C ഡബിൾ ബോണ്ട് അല്ലെ. CHO OH 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 പിന്നെന്താ CH2OH അല്ലെ. ഇത് ആക്ച്വലി ആണ് പെൻഡോസ് ഫോം ഓഫ് ഷുഗർ എന്ന് പറയുന്നത്. ആ പെൻഡോസ് ഫോം ഓഫ് ഷുഗറിനാണ് ആക്ച്വലി നമ്മൾ അത് റിംഗ്ഡ് ഫോം എഴുതുമ്പോൾ എന്ത് പറയും? അതിനെ റൈബോസ് എന്ന് പറയാറുണ്ട്. എന്താ റിംഗ്ഡ് ഫോമിൽ എഴുതുമ്പോൾ അതിനെ റൈബോസ് എന്ന് പറയാറുണ്ട്. ഇത് OH H പിന്നെ OH H പിന്നെന്താ പിന്നെ OH H പിന്നെന്താ CH2OH. പറഞ്ഞ മനസ്സിലായി. ഇതാണ് ആക്ച്വലി നമ്മൾ പെൻഡോസ് ഫോം ഓഫ് ഷുഗർ റൈബോസ് എന്ന് പറയാറ്. അപ്പോൾ അതാണ് ആക്ച്വലി ഷുഗറിന്റെ കേസിൽ നമ്മൾ അവിടെ 2 എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് റൈബോസ് ഷുഗറുകൾ, ഒന്നെന്താ പിന്നെ ഗ്ലൂക്കോസ് എന്താണെന്നുള്ളത്. ഓക്കെ, മനസ്സിലായോ? ഇനി അമിനോ ആസിഡ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങളാണ് അമിനോ ആസിഡ്സ്. അടുത്ത സെഷനിൽ നമുക്ക് എന്തായാലും പ്രോട്ടീനുകളെ കുറിച്ചും അമിനോ ആസിഡുകളെ കുറിച്ച് പഠിക്കാം. പിന്നെ അമിനോ ആസിഡുകളുടെ സാർ എന്തായാലും അടുത്ത സെഷനിൽ പറയാം. എന്തായാലും നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നു എന്താണ് ആക്ച്വലി അമിനോ ആസിഡ്സ് എന്നുള്ളത്. എന്താണ് അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ? അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? അവർക്കൊരു അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെന്താ ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ടാവും. കണ്ടോ, ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ഗ്രൂപ്പാണ് R ഗ്രൂപ്പ്. R ഗ്രൂപ്പിൽ ഏത് കെമിക്കൽ സ്ട്രക്ചറുകൾ വരുന്നു അതിനനുസരിച്ച് അമിനോ ആസിഡ്സിന്റെ സ്ട്രക്ചറുകളും അമിനോ ആസിഡിന്റെ പേരും അമിനോ ആസിഡിന്റെ സ്വഭാവം അല്ലെ, അങ്ങനെയൊക്കെ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാം. പിന്നീട് എന്താ പറയുന്ന, പിന്നെ നിങ്ങൾക്ക് ലിപ്പിഡുകളെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലെ. ലിപ്പിഡ്സ് എന്താണെന്നുള്ളത്, ഫാറ്റി ആസിഡുകൾ. ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആസിഡ് ഗ്രൂപ്പ് ആയിരിക്കും. ആസിഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? ആസിഡ് ഗ്രൂപ്പ് അറിയാം, RCOOH ആയിരിക്കും. എന്താ ആസിഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ COOH ആണ്. അതിലിപ്പോ ഈ R ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ് ലോങ് ചെയിൻ ആയിട്ടുള്ള കാർബണുകളുള്ള ലോങ് ചെയിനുകൾ വന്നാൽ അതിനെ ആക്ച്വലി നമ്മൾ എന്ത് വിളിക്കും? അതിനെ ആക്ച്വലി നമ്മൾ ഫാറ്റി ആസിഡ്സ് എന്ന് വിളിക്കും. എന്താ ഫാറ്റി ആസിഡ്സ് എന്ന് വിളിക്കും. എന്താ ഫാറ്റി ആസിഡ്സ്? അവർ അസിഡിക് നേച്ചർ ആണ്. അസിഡിക് നേച്ചർ എന്നാൽ OH-നെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. OH-നെ റിലീസ് ചെയ്താൽ എന്താവും? OH-നെ റിലീസ് ചെയ്താൽ RCOO മൈനസ് ആയിട്ട് മാറും. മനസ്സിലായോ? ഇനി ഇവിടെ ചിലപ്പോ 12 കാർബൺ, 14 കാർബൺ, 16 കാർബൺ അല്ലെ, 18 കാർബൺ അല്ലെ, ലോറിസ്റ്റിക് ആസിഡ്, മെലിസ്റ്റിക് ആസിഡ് അല്ലെ, പാൽമിറ്റിക് ആസിഡ്, സ്റ്റെറിക് ആസിഡ്, അരക്കിഡിക് ആസിഡ്, അങ്ങനെ നമുക്ക് ഒരുപാട് ഫാറ്റി ആസിഡുകളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഫാറ്റി ആസിഡുകളിലെ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറുകളെയാണ് നമ്മൾ ലിപ്പിഡുകൾ എന്ന് പറയാം. ഓക്കെ, അവരാണ് നമ്മൾ ലിപ്പിഡ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആക്ച്വലി ടെക്സ്റ്റിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്നാലും എക്സാമ്പിൾസ് ഒക്കെ ഇട്ടുതേണ്ട. ഒരു ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്. ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫോസ്ഫേറ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ലിപ്പിഡാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. കണ്ടോ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറിയാലോ. കണ്ടോ, ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡിനെയാണ്. എന്താണ്? ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, H3PO4 അല്ലെ. അതായത് കണ്ടോ, ഇതിനാണ് ആക്ച്വലി H3PO4 എന്ന് പറയാം. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഈ പറഞ്ഞ ലിപ്പിഡിൽ ഉണ്ടാവാം. അപ്പം ഫോസ്ഫോലിപ്പിഡ് ഒരു എക്സാമ്പിൾ ആണ് ലെസിത്തിൻ എന്ന് പറയാം. പിന്നെന്താ, പിന്നെ കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോൾ അറിയാലോ. ഓക്കെ, കൊളസ്ട്രോൾ സ്ട്രക്ചർ ആണുള്ളത്. പിന്നെന്താ, പിന്നീട് ആക്ച്വലി ന്യൂക്ലിക് ആസിഡുകളെ കുറിച്ച് നമ്മൾ നോക്കാണ്ട് അതെന്തായാലും സാർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ന്യൂക്ലിക് ആസിഡ്സ് എന്താണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്, നൈട്രജൻ ബേസസ്. ഓക്കെ, ഇതാണ് ആക്ച്വലി ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ഡയഗ്രാം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം പോളിസാക്കറൈഡുകൾ
കുറിച്ച് അല്ലെ, എന്താ പോളിസാക്രൈഡ്, കാർബോഹൈഡ്രേറ്റ് മാക്രോമോളിക്യൂൾസ് അല്ലെ. പോളിസാക്രൈഡുകളെ എന്താണ് വിളിക്കുക, ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, മാക്രോമോളിക്യൂളാണ്, വലിയ മോളിക്യൂളാണ്. സാറ് നേരത്തെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്, എന്നാലും സാറ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്താണ് പോളിസാക്രൈഡ്സ് ആർ ഫൗണ്ട് ഇൻ ആസിഡ് ഇൻസൊല്യൂബിൾ പെല്ലറ്റ്. എന്തായാലും നമ്മൾ കെമിക്കൽ അനാലിസിസ് അല്ലെ, നമ്മൾ നിങ്ങളുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് തന്നെയുള്ള ഒരു ഭാഗമാണ് അനാലിസിസ് ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്. അതിൽ ആക്ച്വലി നമ്മൾ മോർട്ടാർ പെസ്റ്റിൽ വെച്ചിട്ട് നമ്മൾ ഒരു സ്പെസിമെനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയാം. അപ്പോൾ അത് സാറ് പറയുമ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഇത്. അപ്പോൾ പോളിസാക്രൈഡുകൾ എങ്ങനെയാണ്? പോളിസാക്രൈഡുകൾ ആസിഡ് ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള പെല്ലറ്റിലാണ്. അതായത് നമ്മൾ ഫിൽട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ മുകളിൽ കിടക്കുന്ന സാധനത്തിനാണ് നമ്മൾ റിട്ടൻറ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, ആ റിട്ടൻറ്റേറ്റിൽ കാണുന്നതാണ് ആസിഡ് ഇൻസൊല്യൂബിൾ ആണ്. ഓക്കെ, ദാറ്റ് ഫോം ലോങ് ചെയിൻ ഓഫ് ഷുഗർ ലൈക്ക് ത്രെഡ്സ്. അതിനാണ് നമ്മൾ പോളിസാക്രൈഡ്സ് എന്ന് പറയാം. സാറ് പറഞ്ഞാണല്ലോ എന്താണ് മോണോസാക്രൈഡ്സ്, എന്താണ് ഒലിഗോസാക്രൈഡ്സ്, എന്താണ് പോളിസാക്രൈഡ്സ്. അപ്പോൾ പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ലോങ് ആയിട്ടുള്ള മോണോമറുകൾ യൂണിറ്റ് ചേർന്നിട്ടുള്ള പോളിമർ ആയിട്ടായിരിക്കും അത് വരാം. ഓക്കെ, ഇനി ഇതൊക്കെ സാറ് പറഞ്ഞതാണ്. ഹോമോപോളിമറിന്റെ എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞാണ്. ഹോമോപോളിമറിന്റെ എക്സാമ്പിൾ ആണ് സെല്ലുലോസ്. എന്താണ് സെല്ലുലോസ്? ഒരൊറ്റ മോണോസാക്രൈഡ് ആയ ഗ്ലൂക്കോസ് വെച്ചിട്ടാണ് ഉണ്ടായത്. ഗ്ലൂ 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 അല്ലെ, ഗ്ലൂ ഗ്ലൂ ഗ്ലൂ. അങ്ങനെ ഗ്ലൂക്കോസിന്റെ ഒരുപാട് മോണോമർ യൂണിറ്റുകളൊക്കെ സാർ പറഞ്ഞാണ്, എന്നാൽ നോട്ടിന്റെ എന്ന രൂപത്തിൽ നിങ്ങൾക്ക് എഴുതി തന്നാണ്. ഓക്കെ, കാണിച്ചു തന്നാണ്. ഓക്കെ, അപ്പോൾ സെല്ലുലോസ് ഒരു പോളിസാക്രൈഡ് ആണ്. എന്താണ്? ഓഫ് വൺ ടൈപ്പ് ഓഫ് മോണോസാക്രൈഡ്, ഗ്ലൂക്കോസ് ആണ്. അതുകൊണ്ടാണ് അവർ നമ്മൾ എന്ത് വിളിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മൾ ഹോമോപോളിമർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതും സാറ് പറഞ്ഞു തന്നാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. സാറിന്റെ രീതിയിൽ നിങ്ങൾക്ക് എഴുതി തന്നാണ്, വരച്ചു തന്നാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പോളിസാക്രൈഡുകളാണ് ഉള്ളത്. സ്ട്രക്ചറൽ പോളിസാക്രൈഡ് ഉണ്ട്, സ്റ്റോറേജ് പോളിസാക്രൈഡ് ഉണ്ട്. സ്ട്രക്ചറൽ പോളിസാക്രൈഡ് അല്ലെങ്കിൽ സെൽ വാൾ മെറ്റീരിയലിലാണ് ഉണ്ടാവുക. സ്റ്റോറേജ് പോളിസാക്രൈഡുകൾ എന്താണ്? നമ്മുടെ എനർജിക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസുകളെ ഒരു സ്റ്റോർഡ് ഫോം ആക്കി മാറ്റും. ആനിമൽസിന്റെ കേസിലാണെങ്കിൽ ഗ്ലൈക്കജൻ എന്ന് പറയും. പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ അത് സ്റ്റാർച്ചായി അല്ലെ, അല്ലെങ്കിൽ സൂക്രോസായി. ഓക്കെ, എന്തുകൊണ്ട് സ്റ്റാർച്ച് എന്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൂക്രോസുകളെ സ്റ്റാർച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? കാരണം എന്താന്ന് പറഞ്ഞാൽ സൂക്രോസ് ഹൈലി റെഡ്യൂസിങ് ആണ്. ടോളറൻസ് പറഞ്ഞാണ്, ടോളറൻസ് റിയേജന്റിനെയും ഫെലിൻസ് റിയേജന്റിനെയും അവർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. റെഡ്യൂസിങ് നേച്ചറാണ്, വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് സൂക്രോസിനെ സ്റ്റാർച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് പറഞ്ഞു തന്നെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റോറേജ് അല്ലെ, ഗ്ലൈക്കജൻ എടുത്താലും സൂക്രോസ് എടുത്താലും ആക്ച്വലി എന്താണ്, അവർക്ക് ബ്രാഞ്ചിങ് ഒക്കെ ഉണ്ട് അല്ലെ. എവരി 10th റെസിഡ്യൂ, എവരി 30th റെസിഡ്യൂ, അങ്ങനെ അവർക്ക് ബ്രാഞ്ചിങ് ഉണ്ട്. ബ്രാഞ്ചിങ് ഉണ്ടാവും തോറും അവർ കോംപ്ലക്സ് ആയിട്ട് മാറും. ആ ഒരു ബയോളജിക്കൽ പ്രോസസ്സിൽ ആക്ച്വലി ബ്രാഞ്ചിങ് എൻസൈമുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നമുക്ക് പോളിസാക്രൈഡ്സിനെ കുറിച്ച് നോക്കാനുള്ളത്. ഇതും സാറ് പറഞ്ഞു തന്നാണ്. നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം. ഇത് സാറ് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ്, അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം. ഓക്കെ, അടുത്ത സെഷനിൽ അതായത് സെഷൻ 2 നമുക്ക് നോക്കാനുള്ളത് നമുക്ക് പ്രോട്ടീനുകളെ കുറിച്ച് നോക്കാം. പ്രോട്ടീനുകളെ കുറിച്ച് നോക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗത്ത് എന്താണ് നോക്കുന്നതെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോട്ടീനുകളുണ്ട്, ന്യൂക്ലിക് ആസിഡുകളുണ്ട്, എൻസൈംസിന്റെ ക്യാരക്ടർ ഉണ്ട് അല്ലെ, എൻസൈംസിനെ കുറിച്ച് പഠിക്കണം, അവരുടെ ക്യാരക്ടറൈസേഷൻ ഉണ്ട്. പിന്നെ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഉള്ള ഭാഗം അത് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.